ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് പ്ലസ് ഒരു ഫിക്സിംഗ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ഫിക്സിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ വൈ യൂസ് ഹസാർഡ്, ഹൗ ടു ഫിക്സ് ഹസാർഡ്. ഓക്കെ, അതാണ് നമ്മുടെ വീഡിയോ തംബ്നെയിലിൽ കണ്ടതാണ് അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് തിങ് എന്താണ് ഹസാർഡ്? ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹസാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല. ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം പലരും പറയുന്നത് 4 ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ളതാണ്. അതായത് ഒരേ സമയം 4 ഇൻഡിക്കേറ്ററോട് ഒരുമിച്ച് കത്തുന്നത്. അപ്പം അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹസാർഡ് നമ്മൾ പറയുന്ന കണക്ക് തന്നെ ഒരു അപകടം, ഒരു വാണിംഗ് തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പലരും അത് തെറ്റായ രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചിലർ നമുക്ക് ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം 4 ഇൻഡിക്കേറ്റർ ഇട്ട് നേരെ പോകുന്നത്. അതുകൊണ്ട് ചിലർ ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുന്ന സമയത്ത് 4 ഇൻഡിക്കേറ്റർ ഇട്ട് പോകുന്നത്. ആ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അപകടങ്ങൾ വളരെ ഉണ്ടാകുന്നൊരു സംഭവമാണ്. ഈ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് ഷോ ഓഫ് കാണിക്കാനായിട്ട് ചെയ്യും. അപ്പോൾ രണ്ടാമത് നമ്മുടെ ഈ വീഡിയോയിലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഷോ ഓഫ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഇന്ത്യയിൽ അനുവദനീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അപകടം സൂചിപ്പിക്കുന്നതിന് എപ്പോഴൊക്കെയാണ് ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ മുൻപിലൊരു അപകടം, നമ്മളെ ഓവർടേക്ക് ചെയ്ത് പൊക്കൂടാ, അങ്ങനൊരു സിറ്റുവേഷൻ. രണ്ടാമത് വരുന്നത് നമ്മുടെ 4 വീലർ ഡ്രൈവ് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കൽ പരമായിട്ട് കംപ്ലയിൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീല് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് 4 വീലറിൻ്റെ ടൂൾ കിറ്റിൻ്റെ കൂടെ ഒരു ഹസാർഡ് ലൈറ്റ്, ഒരു ത്രികോണത്തിലുള്ള ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളതിന്. പിന്നെ മൂന്നാമത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി അപകടകരമായിട്ട് അല്ലെങ്കിൽ ടോയിൻ ചെയ്തുകൊണ്ട് പോകുന്ന സമയങ്ങൾ, അങ്ങനെ ഒരു 3 സമയങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയിൽ, അതായത് നമ്മളിപ്പം നല്ലൊരു റെയിൻ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു മഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് കാണാൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. തീർത്തും അതൊരു തെറ്റായ യൂസാണ്. എങ്കിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അവസരം അതാണ്. ഓക്കെ, അപ്പം ഹസാർഡിൻ്റെ യൂസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈ യൂസ് ഹസാർഡിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് കിട്ടും. രണ്ടാമത് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു മൊഡ്യൂൾ Xflash എന്നൊരു കമ്പനിയുടെ ഹസാർഡ് മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാന ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വയർ കട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട, പ്ലഗ് ആൻഡ് പ്ലേ ആണ്. പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു 60 പാറ്റേൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വേറെ നമുക്ക് പ്രത്യേകിച്ച് സ്വിച്ചൊന്നും യൂസ് ചെയ്യേണ്ട. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു ടെയിൽ ലാമ്പ് ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ്. അതായത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കത്തുന്നതിൻ്റെ കൂടെ തന്നെ ടെയിൽ ലാമ്പ് കൂടെ കത്തും. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഷോക്ക് പ്രൂഫ്, മെമ്മറി കാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം പൊതുവേ നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ വിലയ്ക്കുള്ള സാധനങ്ങൾ നമ്മൾ വയർ കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ ആ ഒരു നമ്പറിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് പല പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ സ്ലിം ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഇത് വർക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഇത് കുറേ ആളുകൾക്ക് അറിയാം, നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. മൊഡ്യൂളിനകത്ത് ആദ്യം എന്തൊക്കെയുണ്ടെന്നത് കാണിക്കാം. ഓക്കെ, പാക്ക് തുറക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു വില കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ MRP വരുന്നത് 1999 രൂപയാണ്. നിങ്ങൾക്കിത് ആമസോണിൽ അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ ആമസോൺ. ഇതിപ്പോൾ നമ്മൾ ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. ഇതിനകത്ത് നമുക്ക് OnePlus 2 ഇയർ വാറൻറ്റിയാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ കടയിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതവരുടെ കടയിലൊരു ഇതാണ്. നിങ്ങൾക്കൊരു വാറൻറ്റിയുടെ കാര്യങ്ങളൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ചെയ്തു തരും അവർ. അപ്പോൾ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന കണക്കിരിക്കും. ഓക്കെ, ഞാനിത് ബാർഗെയിൻ ചെയ്ത് എത്രയൊക്കെ മേടിച്ചെന്നുള്ള വിവരമൊന്നും ഇതിനകത്ത് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്തൊരു കേബിൾ വരുന്നുണ്ട്. കേബിൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഇൻറ്റഗ്രേഷൻ, അത് ഞാൻ കണക്ഷൻ ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരു പേപ്പറുണ്ട്. പിന്നെ ഇതിനകത്തൊരു സ്റ്റിക്കർ, അത് നിങ്ങൾക്ക് വണ്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച സാധനം നമ്മുടെ വണ്ടിക്കകത്ത് മേടിച്ച് ഒട്ടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒട്ടിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഒരു പൗച്ച്, അത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ ഇരിക്കുന്ന ഫ്ലാഷ് നല്ല ക്ലീനായിട്ടും നല്ല നീറ്റായിട്ടാണ് ഇതിനകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് കീറാതൊക്കെ എടുക്കുന്നത് നമ്മുടെ ഒരു പെർഫെക്ഷൻ അനുസരിച്ചിരിക്കും. ഒരു കവർ കീറാതെ എടുക്കുന്നതാണ് ഒരു പ്രൊഫഷണൽസ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കവർ കീറുന്നില്ല, എങ്ങനെയും അത് നശിപ്പിക്കാതെ തന്നെ എടുക്കാൻ നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതാ ഇത്രയൊരു സാധനങ്ങളാണ്. ഈ 2 സാധനങ്ങളേ ഉള്ളൂ നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള. ബാക്കി സാധനങ്ങൾ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ, പിന്നെ എടുക്കാം.
ഓക്കെ, ഇതിപ്പോൾ ഞാൻ പല വണ്ടിയിലും പല രീതിയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം KTMൻ്റെ ബൈക്കുകളിൽ ഏകദേശം വയറിംഗ് കിറ്റിൻ്റെയൊക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയേ വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് ഇതിനകത്ത് തുറന്ന് കാണിക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. KTMൻ്റെ എല്ലാ ബൈക്കിനും ഏകദേശം വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യുന്നതിന് പ്രശ്നമൊന്നും വരത്തില്ല. ഓക്കെ, സ്വിച്ചുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഈ റെഡ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മീറ്ററിന്, അതായത് നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ടൊരു ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ചാണ് വരുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഊരിയിടേണ്ടത് ഇത് രണ്ടുമാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ കൂടെ വന്ന കേബിളിനകത്ത് 2 കേബിൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരു പച്ച കളർ വരുന്നത് നമ്മൾ ഈ ഒരു പച്ച കേബിൾ ഇതിനകത്ത് തന്നെ കണക്ട് ചെയ്യുകയാണ്. മെയിൽ ഫീമെയിൽ തന്നെ നോക്കി കണക്ട് ചെയ്യുക. സെയിം അതിൻ്റെ തന്നെ കേബിളിൽ തന്നെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് വരുന്നത് നമ്മുടെ ഈ ഹാഷ് കളറിനകത്ത് തന്നെ കണക്ട് ചെയ്യുക. ഓക്കെ, അത് മെയിലും ഫീമെയിലും നോക്കി കണക്ട് ചെയ്യുക. ലാസ്റ്റ് വരുന്നത് ഈ ഒരു വയറാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് പാർക്കും എല്ലാം വരുന്നതാണ്. അപ്പോൾ ഇതും മെയിൻ അത് നോക്കി കണക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കഴിഞ്ഞിട്ട് ശേഷം ലാസ്റ്റ് നമ്മൾ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചാവി ഓണാക്കാൻ പോവുകയാണ്. കാണാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഇൻഡിക്കേറ്റർ സ്വിച്ച് തന്നെയാണ് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റൈറ്റിലേക്ക്, ദെൻ ലെഫ്റ്റ്, വീണ്ടും റൈറ്റിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇത് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മൊഡ്യൂളിനകത്ത് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കിയേ. ഓക്കെ, ഇതിപ്പോൾ ഹസാർഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതൊരു ഷോ ഓഫ് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഓക്കെ, ഇതിനകത്തൊരു 60 മൊഡ്യൂൾ വരുന്നുണ്ട്. ജസ്റ്റ് ഇതിനകത്ത് മൊഡ്യൂളൊന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം. അതായത് നമ്മൾ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. ഓക്കെ, സെൻറ്ററിലേക്ക് ഒക്കെ കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 60 മൊഡ്യൂൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക, ഓഫ് ചെയ്യുക. ഇത് വർക്കിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഓക്കെ, നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതിന് പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തിരിയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു മിനിമം ഒരു 50 മീറ്ററിന് മുന്നേയായിട്ട് തന്നെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. അത് തൊട്ടടുത്ത് വരുന്ന ഒരാൾക്ക് മനസ്സിലാവുക, അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇത് ഇൻഡിക്കേറ്റർ സെയിം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് തിരിച്ച് ഇത് കണക്ക് തന്നെ ഈ മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നതിനായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുക, വീണ്ടും റൈറ്റ് സൈഡിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് വർക്കിംഗ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് എപ്പോഴാണ് ഓഫ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ആക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെയും സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ശരത്. Me a guitar, said you could do anything, kid, you could go far. You could be the president, fireman, race cars. The sky's the limit, kid, so shoot for the stars. So I strung that guitar every